ഇന്ത്യയിലെ ആദ്യ വനിതാ കാർ റേസിംഗ് ചാമ്പ്യൻ എന്ന നിലയിൽ ശ്രദ്ധേയാണ് അലീഷ അബ്ദുള്ള. 10ാം വയസ്സിൽ റേസിംഗ് ട്രാക്കിൽ ഇറങ്ങിയ താരം ദേശീയ ജേതാവായി. 2022 ഇവർ BJPയിൽ അംഗത്വം നേടുന്നത്. 3 വർഷം തികയും മുമ്പ് BJP എന്താണെന്ന തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടി അംഗം കൂടിയായ മുൻ കാർ റേസിംഗ് താരം അലീഷ അബ്ദുള്ളക്ക്. ഇതറിയാൻ മെമ്പർഷിപ്പ് എടുത്ത് അകത്ത് കടക്കേണ്ടിയിരുന്നില്ല. ഇത്തിരി ബോധമുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചറിയാനാണ് അലീഷ അബ്ദുള്ളയുടെ യോഗം. തമിഴ്നാട്ടിലെ BJP ഭാരവാഹി പുനഃസംഘടനയ്ക്ക് പിന്നാലെയാണ് പാർട്ടിയുടെ സെലിബ്രിറ്റി മുഖങ്ങളിൽ ഒരാൾ കൂടിയായ അലീഷ അബ്ദുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. മുസ്ലിങ്ങൾക്കോ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കോ പാർട്ടിയിൽ ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നാണ് പരിഭവം. പാർട്ടിയുടെ 28 ജില്ലാ പ്രസിഡന്റുമാരിൽ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഇല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബർ 4 നടന്ന BJP തമിഴ്നാട് ഘടകത്തിലെയും വിവിധ പോഷക സംഘടനകളിലെയും ഭാരവാഹി പ്രഖ്യാപനത്തിൽ ഒരു മുസ്ലിം അംഗത്തെ പോലും പരിഗണിച്ചില്ല. ഇത് തീർത്തും നിരാശപ്പെടുത്തുന്നതാണെന്ന് തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മുഖമായി ഉയർത്തിക്കാട്ടിയ അലീഷ അബ്ദുള്ള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലയിലും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു 3 വർഷം മുമ്പ് BJPയിൽ അംഗമായതെന്നാണ് അലീഷ എക്സിൽ കുറിച്ചത്. മതമില്ല, ജാതിയില്ല, പൂർണ്ണമായ കഠിനാധ്വാനത്തിന് മാത്രം പരിഗണന എന്ന വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് വിശ്വസിച്ചു. കഴിഞ്ഞ 3 വർഷമായി പാർട്ടിക്കായി രാവും പകലുമെന്നില്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. രാജ്യത്തെ ശ്രദ്ധേയയായ കായിക താരമെന്ന നിലയിൽ പാർട്ടിയിൽ നിന്നുള്ള അനുഭവം നിരാശപ്പെടുത്തുന്നതാണെന്ന് അലീഷ അബ്ദുള്ള എക്സിൽ കുറിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കേശവ വിനായകനോട് പരാതി പറഞ്ഞുവെങ്കിലും അദ്ദേഹം അവഗണിച്ചു. ഇത് BJPയിൽ മുസ്ലിങ്ങൾക്ക് ഒരിടവുമില്ലെന്ന് തെളിയിക്കുന്നതാണെന്നും അലീഷ കുറിച്ചു. കോൺഗ്രസ് അധികാരത്തിലെത്തിയ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗമൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. BJP രാജ്യത്തുള്ള കാലത്തോളം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ലഭിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. OBC-കാരുടെയും ദളിത് വിഭാഗക്കാരുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും സംവരണ പരിധി കുറച്ച് മുസ്ലിം വിഭാഗക്കാർക്ക് സംവരണം നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് അമിത്ഷാ. ഈ പ്രസ്താവന അലീഷ അബ്ദുള്ള കേട്ടില്ലെന്ന് തോന്നുന്നു. ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങിപ്പോവരുതെന്ന് ബീഹാറിലെ BJP MLA ഹരിഭൂഷൺ ഠാക്കൂർ ബച്ചോലിന്റെ പ്രസ്താവന അലീഷ അറിഞ്ഞു കാണില്ല. ഇതിനെതിരെ ഈ സംസ്ഥാനം MLA-യുടെ അച്ഛന്റെ സ്വന്തമാണോ എന്ന് ചോദിച്ച തേജസ്വി യാദവിനെ കേട്ടില്ലേ? ചുരുക്കത്തിൽ കാർ റേസിംഗ് രംഗത്ത് തുടരുന്നതായിരുന്നു അലീഷ അബ്ദുള്ളക്ക് നല്ലത്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് കുടപിടിക്കൽ അലീഷ അബ്ദുള്ളക്ക് മാത്രമല്ല, ഈ നാടിനും നല്ലതല്ല. ലോക സമസ്ത സുഖനോ ഭവന്തു.